അടുത്ത ആഴ്ച നടക്കുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ എഴുതുന്ന കൂട്ടുകാരുടെ ശ്രദ്ധയ്ക്ക് ഹിസ്റ്ററിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ റിവിഷൻ ക്ലാസ് ആണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും അതോടൊപ്പം തന്നെ കാണുന്ന എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? അപ്പൊ ഈ താഴെ നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിൽ ശരിയായത് ഏതെന്നാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ പ്രസ്താവനകൾ നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന, നാണു ആശാനെ അയ്യ സ്വാമിക്ക് പരിചയപ്പെടുത്തിയത് ചട്ടമ്പി സ്വാമിയാണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, പണ്ഡിറ്റ് കറുപ്പന്റെ നേതൃത്വത്തിലാണ് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത്. ശരിയാണ്. വക്കം മൗലവിയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത്. ശരിയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പൊ നമുക്ക് ഇത് റിലേറ്റ് ചെയ്ത് തന്നെ ഒന്ന് പഠിച്ചു പോവാം. ഫസ്റ്റ് തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1853 മുതൽ 1924 വരെയാണ് ചട്ടമ്പി സ്വാമികളുടെ കാലഘട്ടം. അപ്പം ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം അയ്യപ്പൻ എന്നാണ് കേട്ടോ. ചട്ടമ്പി സ്വാമികളുടെ ശരിക്കുള്ള പേര് അയ്യപ്പൻ എന്നാണ്. അതോടൊപ്പം തന്നെ കുഞ്ഞൻ പിള്ള എന്നും അറിയപ്പെട്ടിരുന്നു കേട്ടോ. കുഞ്ഞൻ പിള്ള എന്നും അറിയപ്പെട്ടിരുന്നു. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളാണ് ക്രിസ്തുമത നിരൂപണം, പ്രാചീന മലയാളം, അദ്വൈത ചിന്താ പദ്ധതി. അപ്പൊ ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? ക്രിസ്തുമത നിരൂപണം, പ്രാചീന മലയാളം, അദ്വൈത ചിന്താ പദ്ധതി. അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികളുടെ സമാധി കൊല്ലം ജില്ലയിലെ പനമനയിലാണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. ചട്ടമ്പി സ്വാമികൾ എവിടെയാണ് സമാധിയായത്? കൊല്ലം ജില്ലയിലെ പനമനയിലാണ്. അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണർക്ക് മാത്രമായിരുന്ന വേദ പഠന അവകാശം എല്ലാവർക്കും ഉണ്ടെന്ന് വാദിച്ച ഒരു വ്യക്തിയാണ് ചട്ടമ്പി സ്വാമികൾ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം നമ്മളോട്, എന്താണ് ബ്രാഹ്മണർക്ക് മാത്രമായിരുന്ന വേദ പഠന അവകാശം എല്ലാവർക്കും ഉണ്ടെന്ന് വാദിച്ച വ്യക്തി ആരാന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ കാലഘട്ടം എത്രയാണ്? ഞാൻ പറയണ്ടല്ലോ, 1856 മുതൽ 1928 വരെയാണ്. ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിഷ്ഠയാണ് അരുവിപ്പുറം പ്രതിഷ്ഠ. 1888 ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനം എന്ന സന്ദേശത്തോടെ അദ്ദേഹം ശിവപ്രതിഷ്ഠ അരുവിപ്പുറത്ത് നടത്തി കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണേ. അപ്പം ശ്രീനാരായണ ഗുരുവിന്റെ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് അരുവിപ്പുറം പ്രതിഷ്ഠ. അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് 1888 അത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനം എന്ന സന്ദേശത്തോടെയാണ് അദ്ദേഹം അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത്. അതോടൊപ്പം തന്നെ നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കണം. ദൈവദശകം, ആത്മോപദേശ ദശകം, ദർശനമാല. പഠിച്ചു വെക്കണം. പ്രധാന കൃതികളാണ് ദൈവദശകം, ആത്മോപദേശക ദശകം, ദർശനമാല. അതുപോലെ തന്നെ ഈ ഒരു ശ്രീനാരായണ ഗുരുവിന്റെ ദർശനം എന്ന് പറഞ്ഞ എന്താണ്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. നിങ്ങൾ SNDPയുടെ അതുവഴിയൊക്കെ പോയിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലാവും എന്താണ് SNDPയുടെ ഒക്കെ അവരുടെ ആ ഒരു മതിലൊക്കെ എഴുതി വെച്ചേക്കുന്ന കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെന്ന്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു ശ്രീനാരായണ ഗുരുവിന്റെ ഒരു ദർശനമാണ് കേട്ടോ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ആരംഭിച്ച പ്രസ്ഥാനമാണ് SNDP പ്രസ്ഥാനം. അപ്പൊ SNDP പ്രസ്ഥാനം 1903 SNDP യോഗം സ്ഥാപിച്ചു കേട്ടോ. അപ്പൊ 1903 ശ്രീനാരായണ ഗുരു SNDP യോഗം സ്ഥാപിച്ചത്. ക്ലിയർ ആണ്. അടുത്ത ആളിലോട്ട് പോവാം. അടുത്തത് പണ്ഡിറ്റ് കറുപ്പൻ. 1885 മുതൽ 1938 വരെയാണ് പണ്ഡിറ്റ് കറുപ്പന്റെ കാലഘട്ടം. പണ്ഡിറ്റ് കറുപ്പനെ കേരള ലിങ്കൻ എന്ന് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട് കേട്ടോ. അപ്പൊ സ്ഥിരമായിട്ട് നമ്മുടെ PSC പരീക്ഷകളിൽ ചോദിക്കാറുള്ള ഒരു പോയിന്റ് ആണ് ആരാണ് കേരള ലിങ്കൻ എന്നുള്ളത്. അപ്പൊ കേരള ലിങ്കൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ആരാണ്? പണ്ഡിറ്റ് കറുപ്പനെയാണ് കേരള ലിങ്കൻ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ജാതി വ്യവസ്ഥക്കെതിരെ അദ്ദേഹം രചിച്ച വിഖ്യാതമായ കൃതിയാണ് ജാതിക്കുമ്മി കേട്ടോ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ജാതിക്കുമ്മി എഴുതിയതാരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. ജാതിക്കുമ്മിയുടെ പ്രത്യേകത എന്താണ്? ജാതി വ്യവസ്ഥക്കെതിരെ അദ്ദേഹം രചിച്ച വിഖ്യാതമായ ഒരു കൃതിയാണ് ജാതിക്കുമ്മി.
അടുത്തത് അദ്ദേഹം രൂപീകരിച്ച സഭകളാണ് കൊച്ചിൻ പുലയ മഹാസഭ കൂടാതെ വലയ സമുദായ പരിഷ്കാരിണി സഭയും അരേ സമാജം എന്നിവയുടെ രൂപീകരണത്തിലും അദ്ദേഹം പങ്കുവഹിച്ചു. അപ്പോൾ പഠിച്ചു നോക്കണം, നമ്മുടെ പണ്ഡിറ്റ് കറുപ്പന് കൊച്ചിൻ പുലയ മഹാസഭ കൂടാതെ വലയ സമുദായ പരിഷ്കാരിണി സഭയും അരേ സമാജം എന്നിവയുടെ രൂപീകരണത്തിലും അദ്ദേഹം പങ്കുവഹിച്ചു. അതുപോലെ തന്നെ പണ്ഡിറ്റ് കറുപ്പനുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റ് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് കായൽ സമ്മേളനമാണ്. എന്നാണ് കായൽ സമ്മേളനം നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1913 കൊച്ചിയിൽ വെച്ച് കായലിൽ വള്ളങ്ങൾ കൂട്ടിക്കെട്ടി അദ്ദേഹം നടത്തിയ സമ്മേളനം ചരിത്ര പ്രസിദ്ധമാണ് കേട്ടോ. പരീക്ഷയ്ക്കൊക്കെ ഇതൊക്കെ ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്, 1913 കൊച്ചിയിൽ വെച്ച് കായലിൽ വള്ളങ്ങൾ കൂട്ടിക്കെട്ടി കായൽ സമ്മേളനം നടത്തിയത് ആരാന്ന് ചോദിക്കും. ആരാണ് നടത്തിയത്? പണ്ഡിറ്റ് കറുപ്പനാണ് കേട്ടോ. പണ്ഡിറ്റ് കറുപ്പനാണ് കായൽ സമ്മേളനം നടത്തിയത് 1913 കൊച്ചിയിൽ വെച്ചാണ്. ക്ലിയർ ആണ്. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് വക്കം മൗലവി. വക്കം മൗലവിയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1873 മുതൽ 1932 വരെയാണ്. അപ്പോൾ വക്കം മൗലവിയെ കുറിച്ച് പറയുവാണെങ്കിൽ സ്വദേശാഭിമാനി പത്രത്തിന്റെ, അതായത് 1905 അഞ്ചുതെങ്ങിൽ നിന്ന് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചു കേട്ടോ. അപ്പൊ വക്കം മൗലവിയാണ് 1905 അഞ്ചുതെങ്ങിൽ നിന്ന് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത്. അതോടൊപ്പം തന്നെ സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്റർ ആരായിരുന്നു? രാമകൃഷ്ണപിള്ളയായിരുന്നു സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്റർ. അതുപോലെ തന്നെ വക്കം മൗലവി സ്ഥാപിച്ച പ്രസ്ഥാനമാണ് മുസ്ലിം സമുദായത്തിലെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടാൻ തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ രൂപീകരിച്ചു. പഠിച്ചു നോക്കണേ. അപ്പോൾ വക്കം മൗലവിയാണ് മുസ്ലിം സമുദായത്തിലെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടാൻ തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ രൂപീകരിച്ചു. അതുപോലെ തന്നെ വക്കം മൗലവിയുടെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങളാണ് മുസ്ലിം, അൽ ഇസ്ലാം, ദീപിക എന്നീ മാസികൾ അദ്ദേഹം നടത്തിയിരുന്നു. പഠിച്ചു നോക്കണം, മുസ്ലിം, അൽ ഇസ്ലാം, ദീപിക എന്നീ മാസികകൾ വക്കം മൗലവി നടത്തിയിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നമുക്കറിയാം ഈ പഴയ കാലഘട്ടത്തിലെ ഉള്ള ജോലികളുടെ പേരുകളൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അത് ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ നോക്കിപ്പോ. മരുതം എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? മരുതം തണ്ണീർത്തട കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടാണ് മരുതം. പാലായി കൊള്ളയടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് പാലായി വരുന്നത്. അതോടൊപ്പം തന്നെ മുല്ലായി മൃഗസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടാണ്. നെയ്റ്റൽ ഉപ്പ് നിർമ്മാണമാണ്. നെയ്റ്റിൽ ഉപ്പ് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ പഠിച്ചു നോക്കണം, മരുതം തണ്ണീർത്തട കൃഷി, അതുപോലെ തന്നെ പാലായി കൊള്ളയടിക്കുന്നു, അതുപോലെ തന്നെ മുല്ലായി മൃഗസംരക്ഷണം, നെയ്റ്റൽ ഏതാണ്? ഉപ്പ് നിർമ്മാണമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1 C 2 D 3 A 4 B എന്നാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാം. റിലേറ്റഡ് ഫാക്ട് നമുക്ക് നോക്കിപ്പോവാം. അതായത് ഇതൊക്കെ എന്താണ്? പുരാതന തമിഴകത്തെ കേരളം ഉൾപ്പെടുന്ന പ്രദേശം ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ 5 തരംതിരിച്ചിരിക്കുന്നു. ഇത് പുരാതന തമിഴകത്തെ, അതായത് കേരളം ഉൾപ്പെടുന്ന പ്രദേശത്തിലേക്കല്ലേ, അതിലെ ഒരു തൊഴിൽ സംബന്ധമായിട്ടുള്ള രീതിയിലുള്ള പേരുകളായിരുന്നു നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. എന്നാൽ ഇത് ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിലും 5 തരംതിരിച്ചിരുന്നു. ഇതിനെയാണ് ഐന്തിണകൾ എന്ന് വിളിക്കുന്നത്. ഓരോ തിണയ്ക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അപ്പൊ 5 തിണകളായിട്ട് പഴയ കാലത്ത് ഭൂപ്രദേശങ്ങളെ തരംതിരിച്ചിരുന്നു. ഏതൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് PVക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് കുറിഞ്ചി എന്ന് പറയുന്നത് മലയും മലയോര പ്രദേശങ്ങളുമാണ് കുറിഞ്ചി എന്ന് പറയുന്നത്. വേട്ടയാടലും തേൻ ശേഖരണവുമായിരുന്നു ഈ കുറിഞ്ചി പ്രദേശത്ത് താമസിക്കുന്നവരുടെ പ്രധാന തൊഴിൽ കേട്ടോ. പഠിച്ചു വെക്കണം. എന്താണ് കുറിഞ്ചി എന്ന് പറഞ്ഞാൽ എന്താണ്? കുറിഞ്ചി എന്ന് പറഞ്ഞ തിണയെ പറയുന്നത് ഏത് ഭൂപ്രദേശമാണ് കുറിഞ്ചി പറയുന്നത്? മലയും മലയോര പ്രദേശങ്ങളെയുമാണ് കുറിഞ്ചി എന്ന് പറയുന്നത്. ഈ കുറിഞ്ചി പ്രദേശത്തെ പ്രധാനപ്പെട്ട മനുഷ്യരുടെ പ്രധാന തൊഴിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേട്ടയാടലും തേൻ ശേഖരണവും ആയിരുന്നു. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് മുല്ലൈ. വനപ്രദേശങ്ങളെയാണ് മുല്ലൈ എന്ന് പറയുന്നത്. കന്നുകാലി വളർത്തലായിരുന്നു ഇവിടുത്തെ പ്രധാന ജീവിതമാർഗം കേട്ടോ. അപ്പൊ മുല്ലയിലെ പ്രധാന ജീവിതമാർഗം ഏതൊക്കെയാന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഏതാണ്? കന്നുകാലി വളർത്തലായിരുന്നു. അപ്പൊ വനപ്രദേശങ്ങളെയാണ് പണ്ട് കാലത്ത് മുല്ലൈ എന്ന് പറയുന്നത്. കന്നുകാലി വളർത്തലായിരുന്നു ഇവിടുത്തെ പ്രധാന ജീവിതമാർഗം. മൃഗസംരക്ഷണമായിരുന്നു. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ഭൂപ്രദേശമായിരുന്നു മരുതം.
മരുതത്തെ ഉദ്ദേശിക്കുന്നത് വയലും സമതലങ്ങളും ഉള്ള പ്രദേശത്തെയാണ് മരുതം എന്ന് പറയുന്നത് കേട്ടോ. വയലും സമതലങ്ങളും ഉള്ള പ്രദേശത്തെയാണ് മരുതം എന്ന് പറയുന്നത്. കൃഷിക്ക് അനുയോജ്യമായ ഇടമായതിനാൽ നെല്ലുൽപാദനവും തണ്ണീർത്തട കൃഷിയുമാണ് ഇവിടെ നടന്നിരുന്നത് കേട്ടോ. മരുതത്തിലാണ് നെല്ലുൽപാദനവും തണ്ണീർത്തട കൃഷിയും നടന്നിരുന്നത്. അടുത്തത് നെയ്ത്തലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഈ ഒരു ഓപ്ഷൻ തന്നെ പഠിച്ചത് നെയ്ത്തൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപ്പ് നിർമ്മാണമല്ലേ? ഉപ്പ് നിർമ്മാണം എന്തുമായിട്ട് ബന്ധപ്പെട്ടൊരു കടലോര പ്രദേശമല്ലേ? അപ്പൊ നെയ്ത്തൽ എന്ന് പറയുന്നത് എന്താണ്? കടലോര പ്രദേശങ്ങളെയാണ് നെയ്ത്തൽ എന്ന് പറയുന്നത്. ഇവിടുത്തെ മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ മീൻപിടുത്തവും ഉപ്പ് നിർമ്മാണവുമായിരുന്നു പ്രധാന തൊഴിലുകൾ. അപ്പൊ പഠിച്ചു വെക്കണം, നെയ്ത്തൽ എന്താണ്? കടലോര പ്രദേശങ്ങളാണ്. മീൻപിടുത്തവും ഉപ്പ് നിർമ്മാണവുമായിരുന്നു പ്രധാന തൊഴിലുകൾ. അടുത്തത് പാലേ വരണ്ട പ്രദേശമാണ്. പാലേ എന്താണ്? വരണ്ട പ്രദേശമാണ്. കൃഷിയോ മറ്റുൽപാദനങ്ങളോ നടക്കാത്തതിനാൽ വഴിവാണിഭക്കാരെ കൊള്ളയടിക്കുന്നതായിരുന്നു ഇവിടുത്തെ പ്രധാന രീതി. അതാണ് നമ്മുടെ ഓപ്ഷനിൽ വന്നത് എന്താണ്? പാലേ എന്താണ്? കൊള്ളയടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടല്ലേ കണക്ട് ചെയ്ത് വന്നത്. അപ്പൊ പഠിച്ചു വെക്കണം, പാലേ എന്താണ്? വരണ്ട പ്രദേശമായിരുന്നു. വരണ്ട പ്രദേശമായിട്ട് എന്താണ്? അവിടെ കൃഷി നടക്കത്തില്ല, കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ കൃഷിയോ മറ്റുൽപാദനങ്ങളോ നടക്കാത്തതിനാൽ വഴിവാണിഭക്കാരെ കൊള്ളയടിക്കുന്നതായിരുന്നു പാലയിലെ പ്രധാന രീതി കേട്ടോ. ക്ലിയർ ആണ്? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ചോദ്യം, ഇംഗ്ലീഷുകാരില്ലാതെ ഇംഗ്ലീഷ് ഭരണം എന്നാണ് രാഷ്ട്രീയ സ്വരാജ് അർത്ഥമാക്കുന്നത്. ആരാണ് ഇത് വാദിച്ചത്? ആൻസർ ഓപ്ഷൻ ബി, ഗാന്ധിജിയാണ് ഇത് വാദിച്ചത് കേട്ടോ. അപ്പൊ ഒന്നുകൂടെ പറയാം, ഇംഗ്ലീഷുകാരില്ലാതെ ഇംഗ്ലീഷ് ഭരണം എന്നാണ് രാഷ്ട്രീയ സ്വരാജ് അർത്ഥമാക്കുന്നത്. ആരാണ് ഇത് വാദിച്ചത്? ഗാന്ധിയാണ് കേട്ടോ, നമ്മുടെ ഗാന്ധിജിയാണ്. അപ്പൊ നമുക്ക് നോക്കാം. മഹാത്മാഗാന്ധി തന്റെ ഹിന്ദ് സ്വരാജ് എന്ന പുസ്തകത്തിലൂടെയാണ് ഈ ആശയം പങ്കുവെച്ചത് കേട്ടോ. അപ്പൊ എന്താണ്? മഹാത്മാഗാന്ധി തന്റെ ഹിന്ദ് സ്വരാജ് എന്ന പുസ്തകത്തിലൂടെയാണ് ഈ ഒരു ആശയം എന്താണ്? ഇംഗ്ലീഷുകാരല്ലാതെ ഇംഗ്ലീഷ് ഭരണം എന്ന ആശയം പങ്കുവെച്ചത്. വെറും ഭരണമല്ല, മറിച്ച് ഭാരതീയമായ മൂല്യങ്ങളിലൂന്നിയ സ്വയംഭരണമാണ് സ്വരാജ് എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു കേട്ടോ. അപ്പൊ വെറും ഭരണമല്ല, മറിച്ച് ഭാരതീയമായ മൂല്യങ്ങളിലൂന്നിയ സ്വയംഭരണമാണ് സ്വരാജ് എന്നാണ് ഗാന്ധിജി വിശ്വസിച്ചിരുന്നത്. അതുപോലെ എന്താണ് ഈ ഹിന്ദു സ്വരാജ് എന്നൊക്കെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. ഹിന്ദു സ്വരാജ് എന്ന് പറഞ്ഞ പുസ്തകം ഗാന്ധിജി രചിക്കപ്പെട്ട വർഷം 1909 ഹിന്ദു സ്വരാജ് രചിക്കപ്പെട്ടത്. ഗുജറാത്തി ഭാഷയിലാണ് ഹിന്ദു സ്വരാജ് രൂപീകരിച്ചത് കേട്ടോ, രചിച്ചത്. പഠിച്ചു വെക്കണം, ഹിന്ദു സ്വരാജ് എന്നാണ് രചിക്കപ്പെട്ടത്? 1909 ഏത് ഭാഷയിലാണ് ഹിന്ദു സ്വരാജ് രചിച്ചതെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഗുജറാത്തി ഭാഷയിലാണ്. ഗാന്ധിജി ലണ്ടനിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലേക്കുള്ള കപ്പൽ യാത്രക്കിടെയാണ് അദ്ദേഹം ഇത് എഴുതിയത് കേട്ടോ. ഈ ഒരു ഹിന്ദു സ്വരാജ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയത് ലണ്ടനിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലേക്കുള്ള കപ്പൽ യാത്രക്കിടയിലാണ് അദ്ദേഹം ഈ ഒരു പുസ്തകം എഴുതിയത്. അതുപോലെ തന്നെ പ്രമേയം, ഈ ഒരു പുസ്തകത്തിന് ഹിന്ദു സ്വരാജ് എന്ന് പറഞ്ഞ പുസ്തകത്തിന്റെ പ്രമേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാശ്ചാത്യ നാഗരികതയെ വിമർശിക്കുന്നതിനോടൊപ്പം കേവലം ഭരണാധികാരികളെ മാറ്റുന്നതല്ല യഥാർത്ഥ സ്വരാജ് എന്ന് ഇതിൽ അദ്ദേഹം വ്യക്തമാക്കുന്നു. ബ്രിട്ടീഷ് സർക്കാർ ഈ ഹിന്ദു സ്വരാജ് എന്ന പുസ്തകം ഇന്ത്യയിൽ നിരോധിച്ചിരുന്നു. പഠിച്ചു വെക്കണേ, ബ്രിട്ടീഷ് സർക്കാർ ഈ ഒരു പുസ്തകം ഇന്ത്യയിൽ നിരോധിച്ചിരുന്നു. ഇനി നമ്മുടെ ഗാന്ധിജിയുടെ ആത്മകഥ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്താണ്? എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളാണ് ഗാന്ധിജിയുടെ ആത്മകഥ. അതായത് ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത് ആണ് അദ്ദേഹത്തിന്റെ ആത്മകഥ. ഇനി നമ്മുടെ ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹം സ്ഥാപിച്ച പത്രങ്ങൾ ഏതൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. യങ് ഇന്ത്യ, ഹരിജൻ, നവജീവൻ എന്നീ പത്രങ്ങളാണ് അദ്ദേഹം സ്ഥാപിച്ചത്. യങ് ഇന്ത്യ, ഹരിജൻ, നവജീവൻ. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ആദ്യത്തെ ഇന്ത്യയിലെ സത്യാഗ്രഹമാണ് ഇന്ത്യയിലെ ചമ്പാരൻ സത്യാഗ്രഹം. 1917 ചമ്പാരൻ സത്യാഗ്രഹം. അതുപോലെ തന്നെ ദാദാഭായ് നവറോജിയുമായിട്ട് ഓപ്ഷനിൽ ദാദാഭായ് നവറോജി തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദാദാഭായ് നവറോജി ആരാണ്? നമ്മുടെ ഇന്ത്യയുടെ വന്ധ്യവയോധികനാണ് എന്നറിയപ്പെടുന്നതാണ് ദാദാഭായ് നവറോജി, ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവും ദാദാഭായ് നവറോജിയാണ്. അതുപോലെ തന്നെ ബാലഗംഗാധര തിലകന്റെ ഒരു അദ്ദേഹത്തിന്റെ ഒരു വാക്യമാണ്, സ്വരാജ് എന്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും. പരീക്ഷയ്ക്ക് ചോദിക്കാം, സ്വരാജ് എന്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ആരാണ്? ബാലഗംഗാധര തിലകാണ് കേട്ടോ. അതുപോലെ തന്നെ ഡോക്ടർ BR അംബേദ്കർ ആരാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാണ്, ബഹിഷ്കൃത ഹിതകാരണി സഭയുടെ സ്ഥാപകനൊക്കെയാണ് നമ്മുടെ ഡോക്ടർ BR അംബേദ്കർ കേട്ടോ. മനു എന്നൊക്കെ അറിയപ്പെടുന്നത്, ആധുനിക മനു എന്ന് വിശേഷിക്കപ്പെട്ടതൊക്കെ BR അംബേദ്കർ തന്നെയാണ് കേട്ടോ. അടുത്ത ഒരു ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ചിന്റെ കാര്യം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനുണ്ട്.
അതായത് നമ്മൾ ഡെയിലി ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ച് ടെലഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ള എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെയുള്ള ഒരു ലൈവ് ഹവർ 1 ഹവർ ലൈവ് ഇന്ററാക്റ്റീവ് സെക്ഷൻ ക്ലാസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ ദിവസവും ഉണ്ട്. ലൈവ് പ്ലസ് റെക്കോർഡർ സെക്ഷൻ ആണ്. ലൈവ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡർ സെക്ഷൻ നമ്മൾ ഗ്രൂപ്പിൽ ഇടുന്നതാണ്, നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ PDF നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീക്കിലി മോക്ക് ടെസ്റ്റുകൾ, റിവിഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അതായത് ഇനി വരുന്ന പരീക്ഷകൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഡിഗ്രി പ്രിലിംസ്, സിവിൽ പോലീസ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ, ഫയർമാൻ, അതുപോലെ തന്നെ 10th പ്രിലിംസ്, കമ്പനി ബോർഡ്, LGS, VF തുടങ്ങിയ നിരവധി പരീക്ഷകളാണ്. 10ഉം 20ഉം മാർക്കുമാണ് കറണ്ട് അഫയേഴ്സിന്റെ പാർട്ടിൽ നിന്ന് വരുന്നത്. ആ ഒരു കംപ്ലീറ്റ് മാർക്ക് ഞാൻ അഷ്വർ ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നടന്ന അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ പരീക്ഷയിൽ പോലും നമ്മുടെ ബാച്ചിലുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും കറണ്ട് അഫയേഴ്സ് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ബാച്ചിൽ പഠിപ്പിച്ച അതേ ചോദ്യങ്ങൾ തന്നെയാണ് കറണ്ട് അഫയേഴ്സിന് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഒരു കറണ്ട് അഫയേഴ്സും വിടാതെ തന്നെ എക്സാം ഓറിയന്റഡ് ഫോക്കസ് ആയിട്ടും ഇന്ററാക്റ്റീവ് ക്ലാസ്സസോടെയാണ് പഠിപ്പിച്ചു പോകുന്നത്. അപ്പൊ ഈ ഒരു ബാച്ചിന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ ഉള്ളൂ. ഇനി വരുന്ന പരീക്ഷകൾക്കെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നതാണ്. 6 മാസമാണ് വാലിഡിറ്റി. അതുപോലെ തന്നെ അഡ്മിഷന് താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി. 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ട് വാട്സ്ആപ്പ് ചെയ്താൽ മതി. വെറും 200 രൂപയ്ക്ക് നിങ്ങൾക്ക് 6 മാസത്തേക്കുള്ള കറണ്ട് അഫയേഴ്സ് പക്കയാക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതൊക്കെ സംഘടനയാണ് അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചിരിക്കുന്നത്? അപ്പൊ അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ച സംഘടനകൾ ഏതൊക്കെയാണെന്നാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെയാണെന്ന് നോക്കാം. ജമാഅത്തെ ഇസ്ലാമി നിരോധിച്ച സംഘടനയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് RSS നിരോധിച്ച സംഘടനയാണ്. ആനന്ദ് മാർഗ് നിരോധിച്ചാണ്. മാവോയിസ്റ്റ് അഥവാ CPML നിരോധിച്ചാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ ഉള്ളവയെല്ലാം അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ച സംഘടനകളാണ് കേട്ടോ. അപ്പൊ എന്താണെന്ന് നോക്കാം. 1975 ജൂൺ 25 പ്രഖ്യാപിക്കപ്പെട്ട ആഭ്യന്തര അടിയന്തരാവസ്ഥയുടെ കാലത്ത് കേന്ദ്ര സർക്കാർ നിരവധി സംഘടനകളെ നിരോധിച്ചിരുന്നു. അപ്പൊ എന്നാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? 1975 ജൂൺ 25 പ്രഖ്യാപിക്കപ്പെട്ട ആഭ്യന്തര അടിയന്തരാവസ്ഥയുടെ കാലത്ത് കേന്ദ്ര സർക്കാർ നിരവധി സംഘടനകളെ നിരോധിച്ചിരുന്നു. നിരോധിക്കപ്പെട്ട പ്രധാന സംഘടനകളാണ്: ഒന്നാമത്തേത് RSS, ജമാഅത്തെ ഇസ്ലാമി, ആനന്ദ് മാർഗ്, CPIML കേട്ടോ. CPM അല്ല, CPIML തുടങ്ങിയ 26ഓളം സംഘടനകളെയാണ് അടിയന്തരാവസ്ഥയുടെ തുടക്കത്തിൽ സർക്കാർ നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെ നിരോധന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവരെയൊക്കെ നിരോധിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഈ സംഘടനകൾ ഭീഷണിയാണെന്നും പൊതുസമാധാനം തകർക്കാൻ ശ്രമിക്കുന്നുവെന്നുമായിരുന്നു അന്നത്തെ സർക്കാരിന്റെ നിലപാട് കേട്ടോ. അതുപോലെ തന്നെ ആ സംഘടനകൾക്കെതിരെ വന്ന മറ്റ് നടപടികളാണ് സംഘടനകളുടെ ഓഫീസ് സീൽ ചെയ്യുകയും പ്രധാന നേതാക്കളെ മിസ എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട് പ്രകാരം ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. ഇനി ഈ ഒരു നിരോധനം പിൻവലിച്ചതെന്നാണ് പരീക്ഷയ്ക്ക് ചോദിക്കാം. 1977 അടിയന്തരാവസ്ഥ പിൻവലിക്കുകയും പുതിയ സർക്കാർ അഥവാ ജനതാ പാർട്ടിയുടെ സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തതോടെ ഈ സംഘടനകളുടെ നിരോധനം നീക്കി കേട്ടോ. അപ്പൊ 1977 ഈ ഒരു നിരോധനം നീക്കിയത് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷം എന്നാണ് 1975 അന്നത്തെ പ്രധാനമന്ത്രി ആരാണ്? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. അന്നത്തെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. അടിയന്തരാവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ഏതാണ്? ഷാ കമ്മീഷനാണ് കേട്ടോ. അടിയന്തരാവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ഷാ കമ്മീഷനാണ്. 1975 മുതൽ 1977 വരെയുള്ള 21 മാസക്കാലമാണ് ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ നിലനിന്നിരുന്നത് കേട്ടോ. പഠിച്ചു വെക്കണേ. 1975 മുതൽ 77 വരെയുള്ള 21 മാസക്കാലമാണ് ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ നിലനിന്നിരുന്നത്. 1975 ജൂൺ 5 അർദ്ധരാത്രിയിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഭരണഘടനയുടെ 352 അനുച്ഛേദം പ്രകാരമാണ് ഇത് നടപ്പിലാക്കിയത് കേട്ടോ. അപ്പോൾ 352 അനുച്ഛേദം അഥവാ ആർട്ടിക്കിൾ പ്രകാരമാണ് അടിയന്തരാവസ്ഥ 1975 ജൂൺ 25 അർദ്ധരാത്രിയിൽ പ്രഖ്യാപിച്ചത്. അടിയന്തരാവസ്ഥ പിൻവലിച്ച തീയതി എന്നാണ് പരീക്ഷയ്ക്ക് ചോദിക്കാം. 1977 മാർച്ച് 21 അടിയന്തരാവസ്ഥ പിൻവലിച്ചത്. ക്ലാസ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അടുത്ത ക്വസ്റ്റ്യൻ,
ലാഹോർ ഗൂഢാലോചന കേസിൽ 1931 മാർച്ച് 23 താഴെ പറയുന്നവരിൽ ആരെയാണ് തൂക്കിലേറ്റപ്പെട്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, രാജ്ഗുരുവിനെയാണ് തൂക്കിലേറ്റപ്പെട്ടത് കേട്ടോ. അപ്പൊ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ലാഹോർ ഗൂഢാലോചന കേസ് എന്താണെന്ന് നോക്കാം. ലാഹോർ ഗൂഢാലോചന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഓഫീസറായ JP സാൻഡേഴ്സിനെ വധിച്ചതുമായി ബന്ധപ്പെട്ട കേസാണ് ലാഹോർ ഗൂഢാലോചന കേസ്. ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് പ്രതികാരമായാണ് വിപ്ലവകാരികൾ ഈ ഒരു വധം ആസൂത്രണം ചെയ്തത് കേട്ടോ. 1931 മാർച്ച് 23 ലാഹോർ സെൻട്രൽ ജയിലിൽ വെച്ച് ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നിവരെ ഒന്നിച്ച് തൂക്കിലേറ്റി കേട്ടോ. അപ്പൊ ആരെയൊക്കെയാണ് തൂക്കിലേറ്റിയത്? 1931 മാർച്ച് 23 ലാഹോർ സെൻട്രൽ ജയിലിൽ വെച്ച് ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നിവരെ ഒന്നിച്ച് തൂക്കിലേറ്റി. ഈ ദിവസത്തെ ഇന്ത്യയിൽ രക്തസാക്ഷി ദിനം ആയി ആചരിക്കുന്നു. ലാഹോർ ഗൂഢാലോചന കേസിന്റെ വിചാരണ വേളയിലാണ് ഭഗത് സിംഗും കൂട്ടരും ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ജനകീയമാക്കിയത് കേട്ടോ. അപ്പൊ ഈ ഒരു ഗൂഢാലോചന കേസിന്റെ വിചാരണ വേളയിലാണ് നമ്മുടെ ഭഗത് സിംഗും കൂട്ടരും ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ജനകീയമാക്കിയത്. അതുപോലെ തന്നെ നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുള്ള സൂര്യ സെൻ ആരാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. സൂര്യ സെൻ മാസ്റ്റർ ദ എന്നറിയപ്പെടുന്നു. അപ്പൊ സൂര്യ സെന്നെ മാസ്റ്റർ ദ എന്നറിയപ്പെടുന്നു. 1930 ചിറ്റഗോങ് ആയുധപ്പുര ആക്രമണത്തിന് നേതൃത്വം നൽകിയ ഇദ്ദേഹത്തെ 1934 ജനുവരി 12 സൂര്യ സെന്നെ തൂക്കിലേറ്റിയത്. ഇനി ചന്ദ്രശേഖർ ആസാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഹോർ ഗൂഢാലോചന കേസിൽ പ്രതിയാണെങ്കിലും അദ്ദേഹം പോലീസിന് പിടികൊടുത്തില്ല. 1931 ഫെബ്രുവരി 27 അലഹാബാദിലെ ആൽഫ്രഡ് പാർക്കിൽ വെച്ചുണ്ടായ ഏറ്റുമുട്ടലിൽ സ്വയം വെടിവെച്ച് അദ്ദേഹം രക്തസാക്ഷിത്വം വഹിച്ചു കേട്ടോ, ചന്ദ്രശേഖർ ആസാദ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ ഗാന്ധിക്ക് ശേഷം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, രാമചന്ദ്ര ഗുഹയാണ് കേട്ടോ. അപ്പൊ ഇന്ത്യ ഗാന്ധിക്ക് ശേഷം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? രാമചന്ദ്ര ഗുഹയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതെന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ശരിയല്ലാത്തത് ഏതെന്ന് നോക്കാം. നമുക്ക് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് റെയിൻ ഓഫ് ടെറർ, അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ബ്ലഡി സൺഡേ അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 1688 ഇംഗ്ലണ്ടിൽ മഹത്തായ വിപ്ലവം നടന്നു, ശരിയാണ്. 1949 ചൈനയിൽ ദേശീയ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു, അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2, 4 ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റുകളായിട്ട് വരുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ റെയിൻ ഓഫ് ടെറർ അഥവാ ഭരണകൂട ഭീകരത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഇത് ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഫ്രഞ്ച് വിപ്ലവം എന്നാണ് നടന്നത്? 1789 ഫ്രഞ്ച് വിപ്ലവം നടന്നത്. ഈ റെയിൻ ഓഫ് ടെറർ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ഒരു ഇൻസിഡന്റ് ആണ്. അതായത് മാക്സിമിലിയൻ റോബസ്പെറിയുടെ നേതൃത്വത്തിലാണ് ഈ കാലഘട്ടം അറിയപ്പെട്ടിരുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യം എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം കേട്ടോ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യം എന്താണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ബാസ്റ്റിൽ കോട്ടയുടെ തകർച്ചയും ഈ ഒരു ഫ്രഞ്ച് വിപ്ലവത്തിലാണ് നടന്നത്. ബാസ്റ്റിൽ കോട്ടയുടെ തകർച്ച എന്നാണ് നടന്നത്? 1789 ജൂലൈ 14 ജനങ്ങൾ ഏകാധിപത്യത്തിന്റെ പ്രതീകമായ ബാസ്റ്റിൽ ജയിൽ തകർത്തതോടെയാണ് വിപ്ലവം ആരംഭിച്ചത്. അതുകൊണ്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ബ്ലഡി സൺഡേ എന്ന് പറഞ്ഞ രക്തരൂക്ഷിതമായ ഞായറാഴ്ച, ബ്ലഡി സൺഡേ നടന്നത് ഇത് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടത്. 1905 റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ് ബ്ലഡി സൺഡേ അഥവാ രക്തരൂക്ഷിതമായ ഞായറാഴ്ച. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ സാർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് മാർച്ച് ചെയ്ത തൊഴിലാളികൾക്ക് നേരെ സൈന്യം വെടിവെക്കുകയായിരുന്നു. അങ്ങനെയാണ് രക്തരൂക്ഷിത ഞായറാഴ്ച അഥവാ ബ്ലഡി സൺഡേ നടന്നത്. അതുപോലെ തന്നെ മഹത്തായ വിപ്ലവം, ഗ്ലോറിയസ് റെവല്യൂഷൻ, 1688 ഇംഗ്ലണ്ടിലാണ് മഹത്തായ വിപ്ലവം അഥവാ ഗ്ലോറിയസ് റെവല്യൂഷൻ നടന്നത്. രക്തച്ചൊരിച്ചിലില്ലാതെ നടന്ന വിപ്ലവം എന്നതിനാൽ ഇതിനെ മഹത്തായ വിപ്ലവം എന്ന് അറിയപ്പെടുന്നു കേട്ടോ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം, രക്തച്ചൊരിച്ചിലില്ലാതെ നടന്ന വിപ്ലവം ഏതാണ് എന്ന് ചോദിക്കാം. ഏതാണ്? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ്. അടുത്ത ചൈനീസ് വിപ്ലവം. ചൈനയിലെ ദേശീയ വിപ്ലവം ആരംഭിച്ചത് 1911 സൺയാത് സെന്നിന്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത് കേട്ടോ. അപ്പൊ ചൈനയിലെ ദേശീയ വിപ്ലവം ആരംഭിച്ചത് 1911 സൺയാത് സെന്നിന്റെ നേതൃത്വത്തിലാണ്. ഇതിലൂടെ മഞ്ജു രാജവംശം പുറത്താക്കപ്പെട്ടു. 1949 മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് വിപ്ലവമാണ് നടന്നത്. അതുപോലെ തന്നെ അമേരിക്കൻ വിപ്ലവം നടന്നത് 1776 അമേരിക്കൻ വിപ്ലവം നടന്നത്. റഷ്യൻ വിപ്ലവം 1917 റഷ്യൻ വിപ്ലവം നടന്നത് അഥവാ ഒക്ടോബർ വിപ്ലവം എന്നറിയപ്പെടുന്നത് നടന്നത് കേട്ടോ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം.
വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് താഴെ പറയുന്ന വസ്തുക്കളിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് EV രാമസ്വാമി നായ്ക്കർ അറസ്റ്റിലായി, ശരിയാണ്. അതുപോലെ തന്നെ 1924 വെള്ളപ്പൊക്ക സമയത്തും വൈക്കം സത്യാഗ്രഹം തുടർന്നു, ശരിയാണ്. നിയമസഭ 1925 ഫെബ്രുവരി 7 വോട്ട് ചെയ്തു, 22 പേരെ പിന്തുണച്ച് 21 പേരെ നിരസിച്ചു. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് നമുക്ക് നോക്കാം, പഠിക്കേണ്ടതായിട്ടുണ്ട്. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡുകളിലൂടെ പിന്നാക്ക വിഭാഗക്കാർക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നതായിരുന്നു. ഈ വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന നേതാക്കൾ ആരൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. കെ കേളപ്പൻ, TK മാധവൻ, KP കേശവമേനോൻ, ജോർജ് ജോസഫ് എന്നിവരായിരുന്നു. ഗാന്ധിജിയുടെ സന്ദർശനം 1925 മാർച്ചിൽ മഹാത്മാഗാന്ധി വൈക്കം സന്ദർശിക്കുകയും റീജന്റ് മഹാറാണി സേതുലക്ഷ്മിബായിയുമായി ചർച്ച നടത്തുകയും ചെയ്തു കേട്ടോ. അപ്പൊ 1925 മാർച്ചിലാണ് ഗാന്ധിജി വൈക്കം സന്ദർശിച്ചത് കേട്ടോ. അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥ നടത്തിയതെന്ന് ആരാന്നുള്ളത് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ വൈക്കത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നടത്തി. ഈ വൈക്കം സത്യാഗ്രഹം 603 ദിവസം നീണ്ടുനിന്ന സമരമായിരുന്നു. 1925 നവംബർ 23 അവസാനിച്ചു. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള 3 റോഡുകൾ തുറന്നു കൊടുത്തു കേട്ടോ. അപ്പൊ 603 ദിവസം നീണ്ടുനിന്ന സമരമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, 2022 ജനുവരി 21 3 സംസ്ഥാനങ്ങൾ അവരുടെ 50ാം സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് ഈ 3ൽ ഒന്നല്ല, അതായത് 3ൽ പെടാത്തത് ഏതാണെന്ന് വെച്ചിട്ട് ആൻസർ ഓപ്ഷൻ സി നാഗാലാൻഡ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ പറയാം. 1972 ജനുവരി 21 മണിപ്പൂർ, മേഘാലയ, ത്രിപുര എന്നീ സംസ്ഥാനങ്ങൾ രൂപീകൃതമായത്. വടക്കുകിഴക്കൻ മേഖല പുനഃസംഘടന നിയമം 1971 പ്രകാരമാണ് ഈ മാറ്റം ഉണ്ടായത്. അതിനാൽ 2022 ജനുവരി 21 ഈ 3 സംസ്ഥാനങ്ങളും അവരുടെ സുവർണ ജൂബിലി അഥവാ 50ാം വർഷം ആഘോഷിച്ചു. അപ്പൊ ഏതൊക്കെയാണ്? മണിപ്പൂര്, മേഘാലയ, ത്രിപുര. ഈ നാഗാലാൻഡ് സംസ്ഥാനം രൂപീകൃതമായത് 1963 ഡിസംബർ 1 അതിനാലാണ് ഈ നാഗാലാൻഡ് ഈ ഒരു ഓപ്ഷൻസിൽ അത് പട്ടികയിൽ ഉൾപ്പെടുന്നില്ലാത്തത് കേട്ടോ. അപ്പൊ മണിപ്പൂർ, മേഘാലയ, ത്രിപുരയാണ് ഒരുമിച്ച് രൂപീകൃതമായതും 50 വർഷം പൂർത്തിയാക്കിയതും കേട്ടോ സംസ്ഥാനങ്ങളായിട്ട്. 2022 സുവർണ ജൂബിലി ആഘോഷിച്ച സംസ്ഥാനങ്ങൾ. അടുത്ത ചോദ്യം, വ്യവസായവൽക്കരണത്തിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ സമിതി അഥവാ ആസൂത്രണ കമ്മീഷന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കു വഹിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി സുഭാഷ് ചന്ദ്രബോസ് ആണ്. അപ്പൊ എന്താണ് ദേശീയ ആസൂത്രണ സമിതി എന്ന് നമുക്ക് നോക്കാം. ദേശീയ ആസൂത്രണ സമിതി 1938 സ്ഥാപിതമായത്. ആരംഭിച്ച വ്യക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഹരിപുര സമ്മേളനത്തിന് വെച്ച് അന്നത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന സുഭാഷ് ചന്ദ്രബോസ് ആണ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി അഥവാ ദേശീയ ആസൂത്രണ സമിതി രൂപീകരിച്ചത്. അതോടൊപ്പം തന്നെ ഈ ഒരു സമിതിയുടെ അധ്യക്ഷനായി അദ്ദേഹം നിയമിച്ചത് ജവഹർലാൽ നെഹ്റുവിനെയായിരുന്നു കേട്ടോ. ഈ സുഭാഷ് ചന്ദ്രബോസ് ആ ഒരു സമിതിയുടെ അധ്യക്ഷനായി നിയമിച്ചത് ആരെയാണ്? ജവഹർലാൽ നെഹ്റുവിനെയാണ്. ഈ ഒരു സമിതിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വതന്ത്ര ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് ആവശ്യമായ ആസൂത്രിതമായ പദ്ധതികൾ രൂപീകരിക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യയിലെ ആസൂത്രണ പ്രക്രിയയുടെ അഥവാ പ്ലാനിംഗ് പ്രോസസ്സിന്റെ തുടക്കമായി ഇതിനെ കണക്കാക്കാം. ഇതാണ് പിന്നീട് 1950 ആസൂത്രണ കമ്മീഷൻ പ്ലാനിംഗ് കമ്മീഷനായി രൂപീകരിക്കുന്നതിലേക്ക് നയിച്ചത്. മോത്തിലാൽ നെഹ്റുവുമായിട്ട് ബന്ധപ്പെട്ട് പറയുവാണെങ്കിൽ 1928 നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയ വ്യക്തി മോത്തിലാൽ നെഹ്റു ആണ്. BG തിലക് എന്ന് പറഞ്ഞ സ്വരാജ് എന്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവാണ് BG തിലക്. അതുപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. അടുത്ത ചോദ്യം, 1933 മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും
12,504 മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു. ഈ പര്യടനം അറിയപ്പെടുന്ന ഏത് പേരിലാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹരിജൻ യാത്രയാണ്, അഥവാ ഹരിജൻ പര്യടനമാണ്. അപ്പൊ എന്താണ് ഹരിജൻ യാത്ര എന്ന് നമുക്ക് നോക്കാം. ഹരിജൻ യാത്ര എന്ന് പറയുവാണെങ്കിൽ 1933 നവംബർ 7 വാർധയിൽ നിന്നാണ് ഗാന്ധിജി ഈ ഒരു യാത്ര ആരംഭിച്ചത്. ഈ ഹരിജൻ യാത്രയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയിത്ത നിർമാർജനവും ഹരിജനങ്ങളുടെ അഥവാ ദളിതരുടെ ക്ഷേമവുമായിരുന്നു ഈ പര്യടനത്തിന്റെ പ്രധാന ലക്ഷ്യം. ഏകദേശം 9 മാസക്കാലം നീണ്ടുനിന്ന ഈ യാത്രയിൽ ഗാന്ധിജി ഇന്ത്യയിലുടനീളം 12,504 മൈൽ അഥവാ ഏകദേശം 20,000 കിലോമീറ്റർ സഞ്ചരിച്ചു. ഹരിജൻ സേവക് സംഘ് അയിത്തത്തിനെതിരെ പ്രവർത്തിക്കാൻ ഗാന്ധിജി സ്ഥാപിച്ച സംഘടനയാണ് ഹരിജൻ സേവക് സംഘ് എന്ന് പറഞ്ഞ സംഘടന. ഈ പര്യടനത്തിനിടെ ഹരിജനങ്ങളുടെ ക്ഷേമത്തിനായി ഹരിജൻ ഫണ്ട് ശേഖരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഗാന്ധിജി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രസിദ്ധീകരണമാണ്. ഈ കാലയളവിൽ ഗാന്ധിജി ഹരിജൻ എന്ന ഇംഗ്ലീഷ് മാഗസീനും ഹരിജൻ ബന്ധു എന്ന ഗുജറാത്തി ഭാഷയിലും ഹരിജൻ സേവക് എന്ന ഹിന്ദി ഭാഷയിലും പത്രങ്ങൾ ആരംഭിച്ചു കേട്ടോ. പഠിച്ചു വെക്കണം. ഗാന്ധിജി ഈ ഒരു ഹരിജൻ യാത്രയുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച പത്രങ്ങളാണ് ഫസ്റ്റ് ഹരിജൻ എന്ന ഇംഗ്ലീഷ് പത്രവും ഹരിജൻ ബന്ധു എന്ന ഗുജറാത്തി പത്രവും ഹരിജൻ സേവക് എന്ന ഹിന്ദി പത്രവും ഗാന്ധിജി ആരംഭിച്ചു. കേരളത്തിൽ ഈ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു പര്യടനവുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളത്തിൽ വന്നിരുന്നു. ഈ പര്യടനത്തിന്റെ ഭാഗമായി 1934 ജനുവരിയിൽ ഗാന്ധിജി കേരളം സന്ദർശിച്ചിരുന്നു. ഈ സമയത്താണ് വടകരയിൽ വെച്ച് കൗമുദി എന്ന പെൺകുട്ടി തന്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് ദാനം ചെയ്തത്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം, 1934 ഹരിജൻ യാത്രയുമായി ബന്ധപ്പെട്ട് കേരളം സന്ദർശിച്ചപ്പോൾ ഗാന്ധിജിക്ക് ആരാണ് തന്നെ സ്വന്തം ആഭരണങ്ങൾ ദാനം ചെയ്തതെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. ആരാണ്? വടകരയിൽ വെച്ച് കൗമുദി എന്ന പെൺകുട്ടിയാണ് തന്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് ദാനം ചെയ്തത്. അടുത്ത ചോദ്യം, അക്ബറിന്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാണെന്ന്? ആൻസർ ഓപ്ഷൻ എ പുരാണകലയാണ് കേട്ടോ. ഈ ലാഹോർ കോട്ടയും ആഗ്ര കോട്ടയും അലഹബാദ് കോട്ടയും എല്ലാം അക്ബറിന്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ്. പുരാണകില അക്ബറിന്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ടയാണ്. അപ്പൊ എന്താണ് പുരാണ കില എന്ന് നോക്കാം നമുക്ക്. പുരാണ കില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത് മുഗൾ ചക്രവർത്തിയായ ഹുമയൂൺ ആണ് കേട്ടോ. അപ്പൊ ഈ പുരാണ കിലയുടെ എന്ന് പറഞ്ഞ കോട്ടയുടെ നിർമ്മാണം ആരംഭിച്ചത് മുഗൾ ചക്രവർത്തിയായ ഹുമയൂണിന്റെ കാലത്താണ്. എന്നാൽ പിന്നീട് ഷേർഷാ സൂരി ഇത് പൂർത്തിയാക്കി കേട്ടോ. ഷേർഷാ സൂരി പൂർത്തിയാക്കി. അതുപോലെ തന്നെ ഡൽഹിയിലെ ഏറ്റവും പഴയ കോട്ടകളിൽ ഒന്നാണ് പുരാണ കില എന്ന് പറഞ്ഞ കോട്ട. ഹുമയൂൺ നിർമ്മിച്ച ദിൻപന എന്ന നഗരത്തിന്റെ ഭാഗമായിരുന്നു ഈ പുരാണകില എന്ന് പറഞ്ഞ കോട്ട. ഷേർഷാ സൂരി ഹുമയൂണിനെ പരാജയപ്പെടുത്തിയ ശേഷം ഈ കോട്ടയുടെ പണികൾ പൂർത്തിയാക്കുകയും ഇതിനെ ഷേർഗഡ് എന്ന പേരിടുകയും ചെയ്തു കേട്ടോ. ഷേർഗഡ് എന്ന പേരിടുകയും ചെയ്തു. പഠിച്ചു നോക്കണം. പുരാണകില എന്ന ആ കോട്ടയെ ഷേർഷാ സൂരി ഹുമയൂണിനെ പരാജയപ്പെടുത്തിയ ശേഷം പുരാണകില എന്ന കോട്ടയുടെ പണികൾ പൂർത്തിയാക്കുകയും ഇതിനെ ഷേർഗഡ് എന്ന പേരിടുകയും ചെയ്തു. അതുപോലെ തന്നെ അക്ബറിന്റെ പ്രധാന കോട്ടകളെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കും. ഒന്നാമത്തെയാണ് ആഗ്ര കോട്ട. അക്ബർ നിർമ്മിച്ച ഏറ്റവും പ്രശസ്തമായ കോട്ടയാണ് ആഗ്ര കോട്ട. 1565 ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ഇതിന്റെ ആഗ്ര കോട്ടയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുവന്ന മണൽക്കല്ലുകൾ അഥവാ റെഡ് സാൻഡ്സ്റ്റോൺ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതിനാൽ ഇതിനെ ലാൽ കില എന്നും വിളിക്കാറുണ്ട്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം, ലാൽ കില എന്ന് വിളിക്കുന്ന അക്ബറിന്റെ ഏത് കോട്ടയാണെന്നൊക്കെ ചോദിക്കാം. ആഗ്ര കോട്ടയാണ് ലാൽ കില എന്ന് വിളിക്കുന്നത്. അതോടൊപ്പം തന്നെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ കോട്ട യമുന നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഒരു കോട്ടയാണ് ആഗ്ര കോട്ട. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആഗ്ര കോട്ട യമുന നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ അക്ബറിന്റെ ഒരു രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കോട്ടയാണ് ഫത്തേപൂർ സിക്രി കേട്ടോ. ഫത്തേപൂർ സിക്രി. അപ്പൊ എന്താണ് ഫത്തേപൂർ സിക്രി എന്ന് നോക്കാം. ആഗ്രയ്ക്ക് സമീപം അക്ബർ നിർമ്മിച്ച ഒരു പുതിയ തലസ്ഥാന നഗരമാണ് ഫത്തേപൂർ സിക്രി. ഇവിടെ നിരവധി മനോഹരമായ നിർമ്മിതികളുണ്ട്. ഫത്തേപൂർ സിക്രി എന്താണ്? ആഗ്രയ്ക്ക് സമീപം അക്ബർ നിർമ്മിച്ച ഒരു പുതിയ തലസ്ഥാന നഗരമാണ്. ഇവിടെ മനോഹരമായ നിർമ്മിതികളുണ്ട്. ആ നിർമ്മിതികളിൽ ഒന്നാണ് ബുലന്ദ് ദർവാസ എന്ന് പറഞ്ഞ ഒരു നിർമ്മിതി കേട്ടോ. ഗുജറാത്ത് വിജയത്തിന്റെ സ്മരണയ്ക്കായി അക്ബർ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ പ്രവേശന കവാടമാണിത് കേട്ടോ. പഠിച്ചു വെക്കണം. എന്താണ് ബുലന്ദ് ദർവാസ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുജറാത്ത് വിജയത്തിന്റെ സ്മരണയ്ക്കായി അക്ബർ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ പ്രവേശന കവാടമാണ് ബുലന്ദ് ദർവാസ. അതുപോലെ തന്നെ പഞ്ച് മഹൽ എന്താണ്?
5 നിലകളുള്ള ഈ കൊട്ടാരം ബുദ്ധക്ഷേത്രങ്ങളുടെ മാതൃകയിലാണ് അക്ബർ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ പഞ്ച്മഹൽ എന്താണ്? 5 നിലകളുള്ള ഈ ഒരു കൊട്ടാരം ബുദ്ധ ക്ഷേത്രങ്ങളുടെ മാതൃകയിലാണ് അക്ബർ നിർമ്മിച്ചിരിക്കുന്നത്. അടുത്തത് അലഹബാദ് കോട്ട, അലഹബാദ് ഫോർട്ട്. 1583 ഗംഗ യമുന നദികളുടെ തീരത്താണ്, നദികളുടെ സംഗമ സ്ഥാനത്താണ് അക്ബർ ഈ ഒരു കോട്ട നിർമ്മിച്ചത്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം, അക്ബറിന്റെ ഏത് കോട്ടയാണ് ഗംഗ യമുന നദികളുടെ സംഗമ സ്ഥാനത്ത് നിർമ്മിച്ചതെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഏതാണ്? അലഹാബാദ് കോട്ടയാണ്. 1583 അക്ബർ നിർമ്മിച്ചവയിൽ വെച്ച് വലിപ്പത്തിന്റെ കാര്യത്തിൽ മുൻപന്തിയിലാണ് ഈ അലഹാബാദ് കോട്ട. നിലവിൽ ഇതിന്റെ വലിയൊരു ഭാഗം ഇന്ത്യൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് കേട്ടോ, അതുകൂടെ അറിഞ്ഞിരിക്കണേ. അതുപോലെ തന്നെ അക്ബറിന്റെ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കോട്ടയാണ് ലാഹോർ ഫോർട്ട് കേട്ടോ, ലാഹോർ കോട്ട. ഇന്നത്തെ പാകിസ്ഥാനിലെ ലാഹോറിൽ സ്ഥിതി ചെയ്യുന്ന ഈ കോട്ട അക്ബറിന്റെ കാലത്ത് പുനർനിർമ്മിക്കപ്പെട്ടതാണ് കേട്ടോ. അത് ഇത്രയൊന്ന് ജസ്റ്റ് അക്ബറുമായിട്ട് ബന്ധപ്പെട്ട കോട്ടകളും അദ്ദേഹത്തിന്റെ നിർമ്മിതികളെ കുറിച്ചും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത പോയിന്റ്, വയനാട്ടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ രാമൻ നമ്പിയാണ് കേട്ടോ, രാമൻ നമ്പിയാണ്. അപ്പോൾ വയനാട്ടിലെ ആദിവാസി വിരുദ്ധ കലാപമാണ്, അതെന്താണെന്ന് നോക്കാം. 1812 വയനാട് കലാപം എന്താണെന്ന് നോക്കാം. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നികുതി പരിഷ്കാരങ്ങൾക്കും ചൂഷണത്തിനുമെതിരെ വയനാട്ടിലെ കുറിച്യരും കുറുമ്പരും നടത്തിയ പോരാട്ടമാണ് ഈ ഒരു പോരാട്ടം. ഇതിന് നേതൃത്വം നൽകിയത്, ഈ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പി ആയിരുന്നു. അദ്ദേഹത്തോടൊപ്പം പ്ലാക്കൽ ചന്തുവും ഈ ഒരു പോരാട്ടത്തിൽ പ്രധാന പങ്ക് വഹിച്ചു. നെല്ലിന്മേൽ ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ കടുത്ത നികുതിയും അത് പണമായി തന്നെ നൽകണമെന്ന നിർബന്ധവുമാണ് കലാപത്തിന് പ്രധാന കാരണം ആയത്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഏറ്റവും വലിയ ഗോത്രവർഗ കലാപങ്ങളിൽ ഒന്നാണ് നമ്മൾ ഈ പറഞ്ഞ കലാപം കേട്ടോ. അതുപോലെ തന്നെ ഓപ്ഷൻസ് പറയുവാണെങ്കിൽ തലക്കൽ ചന്തു ആരാണ്? പഴശ്ശി രാജയുടെ പടത്തലവനായിരുന്നു തലക്കൽ ചന്തു. 1805 അദ്ദേഹം വധിക്കപ്പെട്ടു. അതുപോലെ തന്നെ പഴശ്ശി രാജ ആരാണെന്ന് എല്ലാവർക്കും അറിയാലോ, കേരള സിംഹം എന്നറിയപ്പെടുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ വയനാട് കേന്ദ്രീകരിച്ച് പോരാടിയ രാജാവ് കൂടിയാണ് പഴശ്ശി രാജ. കോട്ടയം രാജവംശത്തിന്റെ രാജാവായിരുന്നു പഴശ്ശി രാജ. 1805 നവംബർ 30 പഴശ്ശി രാജ അന്തരിച്ചത്. അടുത്തത് എടച്ചേന കുങ്കൻ. എടച്ചേന കുങ്കൻ ആരാണ്? പഴശ്ശി രാജയുടെ വിശ്വസ്തനായ സൈനാധിപനായിരുന്നു എടച്ചേന കുങ്കൻ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം, കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരിനാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി അയ്യങ്കാളിയാണ് കേട്ടോ. അപ്പൊ കല്ലുമാല സമരത്തിലോ പെരിനാട് കലാപത്തിലൊക്കെ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളിയാണ്. കല്ലുമാല സമരം എന്നാണ് 1915 കല്ലുമാല സമരം നടന്നത്. എന്താണ് കല്ലുമാല സമരം? കീഴ്ജാതിക്കാരായ സ്ത്രീകൾ മാറുമറയ്ക്കുന്നതിനായി കല്ലും കുപ്പിച്ചില്ലുകളും കൊണ്ടുള്ള മാലകൾ ധരിക്കണമെന്ന അലിഖിത നിയമത്തിനെതിരെ നടന്ന സമരമാണിത്. ഇതിനെ പെരിനാട് കലാപം എന്നും വിളിക്കുന്നു. കൊല്ലം ജില്ലയിലെ പെരിനാട് എന്ന സ്ഥലത്താണ് ഈ ഒരു സമരം നടന്നത്. അതുപോലെ തന്നെ അയ്യങ്കാളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധുജന പരിപാലന സംഘം 1907 അയ്യങ്കാളി സ്ഥാപിച്ച ഈ സംഘടനയാണ് ഇത്തരം സാമൂഹിക മാറ്റങ്ങൾക്ക് കരുത്ത് പകർന്നത്. അടുത്ത ചോദ്യം, കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 1991 കേട്ടോ. 1991 കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് കേട്ടോ. 1991 ഏപ്രിൽ 18 ഡേറ്റോടെ ചിലപ്പോൾ ചോദിച്ചാൽ പഠിക്കണം. 1991 ഏപ്രിൽ 18 കേരള സമ്പൂർണ്ണ സാക്ഷരത ഉള്ള സംസ്ഥാനമായി കൈവരിച്ചത്. അതോടൊപ്പം തന്നെ ആദ്യത്തെ സാക്ഷരതാ നഗരം ഏതാണെന്ന് ചോദിക്കാം. ആദ്യത്തെ സാക്ഷരതാ നഗരം കോട്ടയവും അതുപോലെ തന്നെ ആദ്യത്തെ സാക്ഷരതാ ജില്ല എറണാകുളവും ആണ് കേട്ടോ. അടുത്ത ചോദ്യം, രണ്ടാം ലോക മഹായുദ്ധത്തിലെ യുദ്ധ കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ ഡി ന്യൂറംബർഗിലാണ് വിചാരണ ചെയ്യപ്പെട്ടത്. ക്വസ്റ്റ്യൻ എന്ന് പറയാം, രണ്ടാം ലോക മഹായുദ്ധത്തിലെ യുദ്ധ കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ന്യൂറംബർഗ് ആണ്. അപ്പൊ എന്താണ് ന്യൂറംബർഗ് വിചാരണ നോക്കാം, ന്യൂറംബർഗ് ട്രയൽസ് നോക്കാം. 1945 നവംബർ മുതൽ 1946 ഒക്ടോബർ വരെയാണ് ഈ ഒരു വിചാരണ നടന്നത്. നാസി ജർമ്മനിയിലെ പ്രധാന നേതാക്കളെ യുദ്ധക്കുറ്റങ്ങൾക്കായി ഇവിടെ വെച്ച് വിചാരണ ചെയ്തു. അതാണ് ന്യൂറംബർഗ് വിചാരണ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് പോവാം. അടുത്ത ചോദ്യം, 18ാം നൂറ്റാണ്ടിൽ താഴെ പറയുന്ന തത്വചിന്തകരിൽ ആരാണ് ഈ പ്രസിദ്ധമായ വാക്കുകൾ പറഞ്ഞത്? മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷെ എല്ലായിടത്തും ചങ്ങലയിലാണ്.
ആൻസർ ഓപ്ഷൻ എ ആണ്. ജീൻ ജാക്വസ് റൂസോയാണ്. റൂസോയാണ് ഇത് പറഞ്ഞത്. മനുഷ്യൻ സ്വതന്ത്രമായി ജനിക്കുന്നു, പക്ഷെ എല്ലായിടത്തും ചങ്ങലയിലാണ്. അപ്പൊ ആരാണ് ജീൻ ജാക്വസ് റൂസോ എന്ന് നമുക്ക് നോക്കാം. 18-ാം നൂറ്റാണ്ടിലെ പ്രമുഖനായ ഫ്രഞ്ച് ചിന്തകനായിരുന്നു ജീൻ ജാക്വസ് റൂസോ എന്ന് പറയുന്നത്. റൂസോ ആരാണ്? 18-ാം നൂറ്റാണ്ടിലെ പ്രമുഖ ഫ്രഞ്ച് ചിന്തകനായിരുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് എന്നാണ് റൂസോ അറിയപ്പെടുന്നത് കേട്ടോ. പഠിച്ചു നോക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് എന്നാണ് റൂസോ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ റൂസോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്, സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു കൃതിയാണ് സോഷ്യൽ കോൺട്രാക്ട്. ദ സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ പുസ്തകം കേട്ടോ, പഠിച്ചു വെക്കണം. ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കൃതിയാണ് സോഷ്യൽ കോൺട്രാക്ട്. ഈ പുസ്തകത്തിന്റെ തുടക്കത്തിലാണ് മാൻ ഈസ് എ ബോൺ ഫ്രീ ആൻഡ് എവരിവെയർ ഹീസ് ഇൻ ചെയിൻസ്, അതായത് മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങലക്കകപ്പെട്ടവനാണ് എന്ന് പറയുന്നത് റൂസോയുടെ സോഷ്യൽ കോൺട്രാക്ട് അഥവാ സോഷ്യൽ കോൺട്രാക്ട് പുസ്തകത്തിന്റെ തുടക്കത്തിലാണ് ഈ ഒരു വാചകം പറയുന്നത് കേട്ടോ, എന്ന വിഖ്യാതമായ വരികളുള്ളത്. അതുപോലെ തന്നെ റൂസോയുടെ മറ്റ് പ്രധാനപ്പെട്ട കൃതികളാണ് എമിലി, കൺഫെഷൻസ് എന്നിവ അദ്ദേഹത്തിന്റെ മറ്റ് പ്രധാന കൃതികളാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷയല്ലാത്തത്? ആൻസർ ഓപ്ഷൻ ഡി, പോർച്ചുഗീസ് ആണ് ഔദ്യോഗിക ഭാഷയല്ലാത്തത്. അപ്പൊ നമുക്ക് നോക്കാം. ഐക്യരാഷ്ട്രസഭയിൽ നിലവിൽ 6 ഔദ്യോഗിക ഭാഷകളാണുള്ളത് കേട്ടോ. ഐക്യരാഷ്ട്രസഭയിൽ നിലവിൽ 6 ഔദ്യോഗിക ഭാഷകളാണുള്ളത്. ഏതൊക്കെയാണ്? അറബിക്ക്, ചൈനീസ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, റഷ്യൻ, സ്പാനിഷ് എന്നീ 6 ഭാഷകളാണ് ഔദ്യോഗിക ഭാഷകളായിട്ട് ഉള്ളത്. ഏറ്റവും ഒടുവിലായി 1973 ഔദ്യോഗിക ഭാഷയായി അംഗീകരിക്കപ്പെട്ടത് അറബിക്കാണ്. UN സെക്രട്ടേറിയറ്റിൽ പ്രധാനമായും ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ് പ്രവർത്തന ഭാഷകളായി ഉപയോഗിക്കുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിക്കാം, UN സെക്രട്ടേറിയറ്റിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഭാഷകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ഏതൊക്കെയാണ്? ഇംഗ്ലീഷും ഫ്രഞ്ചും ആണ് പ്രവർത്തന ഭാഷകളായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഒരു ഇന്നത്തെ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയറിന്റെ ഒരു 3 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഡിഗ്രി പ്രിലിംസിന്റെ തന്നെ അതും റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അതോടൊപ്പം തന്നെ ഇതിനു മുമ്പ് നമ്മൾ എക്കണോമിക്സിന്റെ PVQ റിവിഷൻ ക്ലാസ് ഇട്ടിട്ടുണ്ട്, എക്കണോമിക്സ് ഇട്ടിട്ടുണ്ട്, അതോടൊപ്പം തന്നെ കലാകായിക സാഹിത്യം ഇട്ടിട്ടുണ്ട്. അതിന്റെയൊക്കെ ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സയൻസ് ആൻഡ് ടെക്നോളജി ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ മാക്സിമം കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരാണെന്ന് പോയി കാണാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾ തരുന്ന സപ്പോർട്ടിനനുസരിച്ച് വരും ദിവസങ്ങളിൽ നമ്മൾ റിവിഷൻ ക്ലാസ്സുകൾ ഇടുന്നതാണ്. അതോടൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സസും ഇടുന്നതാണ്. അപ്പൊ മാക്സിമം എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റുകൾ രേഖപ്പെടുത്താനും മറക്കരുതേ. ബാക്കിയുള്ള എക്സാമിന് ഡിഗ്രി പ്രിലിംസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഹൈപ്പ് ചെയ്യാനൂടെ എല്ലാവരും ഒന്ന് ശ്രമിക്കണേ. അപ്പം മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. ക്ലാസ് അവസാനം വരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും